ഒറ്റയ്ക്ക് ഒളിച്ചോടി പോവാണല്ലേ? ഒന്ന് നിന്നേ പറയട്ടെ. മോൻ എന്ത് തോന്നിയാലും എനിക്ക് ശരിയും തോന്നുന്ന ഞാൻ പറയും. ഒരു പരിധി വരെ ഞാനും ഇതിന് കൂട്ടുനിന്നാണല്ലോ. എന്തായാലും ആ കുട്ടിയോട് ഇങ്ങനെ കാണിച്ച് ശരിയായില്ല. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള നല്ലത്. ഇവിടുന്ന് കണ്ണീരോട് ഇറങ്ങിപ്പോയ കുട്ടിയുടെ ശാപം ഒരിക്കലും തീരില്ല. ശപിച്ചോട്ടെ, ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ആ കുട്ടിയോട് മോന്റെ മനസ്സിലുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. മോനെ പോവരുത്. എന്തു പറ്റി കുഞ്ഞിന്? ആ കുട്ടി ഇവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോണോ കണ്ടപ്പോ സഹിച്ചില്ല. എങ്ങനെയാ കുഞ്ഞിന് ഇത്ര ക്രൂരനാവാൻ കഴിയണേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ കൂട്ടുകാരനോടെല്ലാം തുറന്നു പറയണോ? എനിക്ക് പറ്റില്ല. എനിക്ക് ചതിക്കാൻ ഒക്കില്ല എന്റെ ഫ്രണ്ടിന്. ഫ്രണ്ട് പോകാൻ പറയാവനോട്. നിങ്ങൾക്കറിയില്ല ഒരു കൂട്ടുകാരന്റെ വില. ശ്രമിച്ചാൽ 10 കാമുകിമാരെ കിട്ടും, വേറെ ഭാര്യയെ കിട്ടും. പക്ഷെ ഒരു നല്ല ഫ്രണ്ടിനെ ഒരിക്കലേ കിട്ടും, ഒരിക്കൽ മാത്രം. അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പറ്റാത്തൊക്കെ ഒരു ഫ്രണ്ടിനോട് പറയാം, എന്തും പറയാം. എന്നിട്ട് എന്റെ മനസ്സിലുള്ള സ്നേഹം അവനോട് പറയാത്തെ? അത് തന്റെ ഇടമില്ലല്ലേ? എനിക്കൊരു പുല്ലനെയും പേടിയില്ല. ഞാൻ പറയും. ചേട്ടാ എന്നെ തടയരുത്, ഞാൻ പറയും. കൂട്ടുകാരനെ ചതിക്കാൻ പറ്റില്ല, കൂട്ടുകാരന്റെ പെങ്ങളെ ചതിക്കാം. നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ പറയും. സോറി. അജിത്തിനെ നോക്കാൻ എനിക്കാവില്ല. ഞാൻ പോവാ. ഇനി ആരും എന്നെ ഓർത്ത് വേദനിക്കരുത്. ഞാൻ പോവാ നാട്ടിലേക്ക്. ഇനി തിരിച്ചു വരില്ല ഒരിക്കലും. വിജയ്, ഇനി വന്നേ. ആരാടാ? നമ്മൾ തമ്മിൽ വീണ്ടും കാണുമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിരുന്നു. കർത്താവ് വേറൊന്നുകൂടി പറഞ്ഞു, ആ കഴിവരുടെ മോന്റെ തല അറുത്തോണ്ട് വരാം. ലോക്കപ്പിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു വരില്ല എന്ന് വിചാരിച്ചോടാ നീ? അലക്സൻ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന് നീ എന്നെ എന്ത് വേണേലും ചെയ്തോ. ഇപ്പൊ ഞാൻ എന്റെ പെങ്ങളെ കൊണ്ട് ആശുപത്രി പോവാ. ദയവ് ഇതിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പെങ്ങള് ചാണെങ്കിൽ ചാട്ടറാ, എന്നാലേ നീയൊക്കെ പഠിക്കൂ. അലക്സൻ, ഞാൻ വണ്ടിയെടുക്കാൻ വലിച്ചിറങ്ങണവനെ. അജിത്, നീ അവളെ കൊണ്ട് വേഗം പോ. ഇവിടെ ഞാൻ നോക്കിക്കോ. പോ, വാശി കാണിക്കാനുള്ള സമയമല്ലത്. പോ.
ഡോക്ടർ ഒന്നും പറയാറായിട്ടില്ല. വിജയ്, എനിക്കൊരു വാക്ക് തരൂ, എന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ലെന്ന്. അജിത്തിന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ എനിക്ക് വാക്ക് തന്നത്? എന്തിനാ എന്നെ സ്നേഹിച്ചത്? നമ്മുടെ ഗീതു പേഷ്യന്റിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോളെ, ഗീതു മോളെ, മോളെ, എന്താ ഇതൊക്കെ? എന്തിനാ നീ ഈ കടുങ്കൈ ചെയ്തത്? വിഷം കഴിക്കാൻ മാത്രം നിനക്ക് എന്ത് പ്രയാസം ഉണ്ടായത് മോളെ? നിനക്ക് എന്നോട് എന്തോന്നും തുറന്നു പറഞ്ഞോട്. ഉറപ്പിച്ച കല്യാണം നിനക്ക് ഇഷ്ടമല്ലായിരുന്നു? പറയൂ. അതോ നിനക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നോ? പിന്നെ എന്തിനെങ്ങനെ ചെയ്തേ? എന്നോട് പറ മോളെ, എന്താ കാരണം? ഇവൻ കാരണം, എല്ലാം ഇവൻ കാരണം. ചേട്ടാ, ഞാൻ പറയും, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആകുന്നതിന് മുമ്പ് ഇവൻ ഇവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് അജിത്തിന്റെ സിസ്റ്ററാണ് ഗീതു എന്ന് ഇവൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ദുരന്തം അറിഞ്ഞപ്പോ ഇവളോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കി എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങായിരുന്നു ഇവൻ. നിന്റെ പെങ്ങൾക്ക് വലുത് ഇവനോടുള്ള സ്നേഹം, ഇവന് വലുത് നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പും. ഇനിയും ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറാനുള്ള മനസ്സില്ലെങ്കിൽ പോടാ, പോ. സത്യമാണോ ഈ കേട്ടൊക്കെ? സത്യമാണോ? അതെ, സത്യമാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഓർത്തോ നീ? നിനക്കെല്ലാം എന്നോട് തുറന്ന് പറയായിരുന്നില്ലേ? പറയാൻ ഒരുങ്ങിയത് പലവട്ടം, പക്ഷെ കഴിച്ചില്ല. ഇനി എനിക്ക് നഷ്ടമാവുമെന്ന് കരുതി വേദനയോടെയാണെങ്കിലും എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായി നീ വലിയവനാടാ. എന്റെ പെങ്ങൾക്ക് നിന്നെ കിട്ടുമെന്ന് വെച്ചാൽ അതവളുടെ ഭാഗ്യം. അജിത്, ശങ്കർ, വാ വാ. എനിക്കൊരു അപേക്ഷയുണ്ട്. നീ ഇവരെ കൂടി സ്വീകരിക്കണം. ഇവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. നിന്നെ പോലെ തന്നെ ഗീതുവിനെ കാണാനുള്ള അവകാശം ഇവർക്കുണ്ട്. ഇല്ല, അങ്ങനെയുള്ള അവകാശമൊന്നും വേണ്ട. ചതിയനവൻ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. തെറ്റ് ചെയ്തത് ഞാനാ. എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് ശങ്കറിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ എന്നെ സ്വീകരിച്ചത്. അജിത്, മറക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റൊന്നും ഈ ലോകത്തില്ലടാ. ക്ഷമിക്കടാ. മോനെ, ഏതൊരമ്മയ്ക്കും എല്ലാ മക്കളും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനാ മോഹം. എന്റെ മോൻ ഇനി അതിനെതിരെ നിൽക്കരുത്.
ഇപ്പൊ സമാധാനമായില്ലേ? ഇനി ആ കുട്ടിയോട് ക്ഷമയോ? സോറി. കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ, വിളിച്ചാൽ പോരില്ലേ, തുളുമ്പും പ്രായമല്ലേ, ചിലമ്പിൻ താളമില്ലേ, ചിരി